നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഇന്ന് ശിവരാത്രി. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോക നന്മയ്ക്കു വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ഠം പൊത്തിപ്പിടിച്ച് പാർവതീദേവിയും മറ്റെല്ലാ ദേവതകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഇതിന്റെ സ്മരണയ്ക്കായാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. മൂന്നാമതൊരു പിണറായി സർക്കാരിനെ താങ്ങാനുള്ള കരുത്ത് ജനങ്ങൾക്കില്ലെന്നും UDFന് ജയിക്കാനുള്ള സുവർണാവസരം പിണറായി വിജയൻ ഒരുക്കി തന്നിട്ടുണ്ടെന്നും KPCC മുൻ പ്രസിഡന്റും മുൻ MP-യുമായ K. മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവും ചാവക്കാട് നഗരസഭ പ്രഥമ ചെയർമാനുമായിരുന്ന K. ബീരു സാഹിബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പകൽ ഒരുമിച്ച് നടക്കുകയും രാത്രിയിൽ പാരവയ്ക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പാരവെപ്പിൽ കഴിവ് തെളിയിച്ചവരെ പാർട്ടിയിൽ പ്രമോഷൻ നൽകുകയും അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്ന നയം തുടർന്നാൽ കാലാകാലം നമ്മൾ ദുഃഖിക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും സുവർണാവസരം നമുക്ക് പിണറായി ഒരുക്കി തന്നിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഇലക്ഷനെ ക്ലൈമാക്സിലെത്തുമ്പോൾ ഇലക്ഷൻ കമ്മിറ്റിക്കാർ രാജിവെക്കുക, ഒരുമിച്ച് നിന്ന് പകല് ഒരുമിച്ച് നടക്കുക, രാത്രി കാലമില്ല. അങ്ങനെയൊക്കെ ചെയ്ത് എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് പാർട്ടിക്ക് പ്രമോഷൻ കിട്ടുക, അങ്ങനെയുള്ളവർക്ക് സ്വീകരണങ്ങൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികാരം കയ്യിൽ പോയിട്ട് നമ്മൾ ആരും ദുഃഖിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. ഇടങ്കോലിടുന്നവരെയൊക്കെ സമൂഹത്തിൽ മാറ്റി നിർത്തി പാർട്ടിയെ മുന്നണിയെ ശക്തിപ്പെടുത്തണം. അതാണ് UDFന് നയം. അത് ശക്തിപ്പെടുത്തണം. ഇതുപോലെ എതിരാളികളെ പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതുക, ഇലക്ഷൻ വരുമ്പോൾ മാത്രം നാട്ടിൽ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പൗരന്മാരായി ബാക്കിയുള്ളവരൊക്കെ സാധാരണ വോട്ട് ചെയ്യുന്നവരൊക്കെ സാധാരണ പൗരന്മാർ. ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല. പിന്നെ പ്രാദേശിക ജനങ്ങളെ ചേർത്തു നിർത്തി ജനകീയത തെളിയിച്ച നേതാവാണ് K. ബീരു സാഹിബ്. തന്റെ അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാനും ബീരു സാഹിബിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുസ്മരണ സമിതി ചെയർമാൻ KD വീരമണി അധ്യക്ഷത വഹിച്ചു. O. അബ്ദുറഹ്മാൻ കുട്ടി, PA മാധവൻ, CH റഷീദ്, P. യതീന്ദ്രദാസ്, PK രാജൻ, VK ഫസലുൽ അലി, KV ഷാനവാസ്, K. നവാസ്, KK സെയ്ദു മുഹമ്മദ്, KV യൂസഫ് അലി, സുബൈദ പാലക്കൽ, ഷോബി ഫ്രാൻസിസ്, CK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വഴിയോരം മോടിപിടിക്കൽ പരിപാടിക്ക് തുടക്കമായി. കണ്ടാണിശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ വഴിയോരം മോടിപിടിപ്പിക്കലിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, KK ജയന്തി, ഷീബ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വായനശാല ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1 ലക്ഷം രൂപ ചെലവഴിച്ച് അരിയന്നൂർ മൈത്രി റോഡ് മുതൽ പാരീസ് റോഡ് പാലം വരെയാണ് വഴിയോരം മോടിപിടിപ്പിക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത്. അന്നകര വടക്കേ കോൾപ്പടവിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് മൂലം കർഷകർ ദുരിതത്തിൽ. 10 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഇറക്കിയ കൃഷിയാണ് പ്രതിസന്ധിയിലായത്. വടക്കൻ വർഗീസ്, വാഴപ്പിള്ളി ലോറൻസ്, എലവത്തിങ്കൽ ഗബ്രിയേൽ, എലവത്തിങ്കൽ ലൂസി, നാലുപുരയ്ക്കൽ പ്രജീഷ്, നാലുപുരയ്ക്കൽ പ്രബിൻ എന്നീ കർഷകരാണ് കൃഷിക്കാവശ്യമായ വെള്ളമില്ലാത്തതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഉമ നെൽവിത്താണ് പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ 80 മുതൽ 100 ദിവസം പ്രായമുള്ള നെൽച്ചെടികൾക്ക് ഇതുവരെയും കതിർ വന്നിട്ടില്ല. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും അധികൃതർ കൃഷിയിടം സന്ദർശിക്കുവാനോ മേൽ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ ആകെ ദുരിതത്തിലാണ്. പോരാത്തതിന് ഞങ്ങൾക്ക് വളങ്ങളടക്കം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പ്രാവശ്യം നട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് അത് പല ഇത് കൊണ്ടും ഞങ്ങൾ നാശമായി പോയി. പിന്നെ ഞങ്ങൾ വിതച്ചതുണ്ട്, നട്ടതുണ്ട്. ഇപ്പോഴും 100 ദിവസമായിട്ട് പോലും ഞങ്ങൾക്ക് കതിര് വരാത്തതും പോലും ഉണ്ട്.
അത് വെള്ളത്തിൻ്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കാൻ കാരണം. ഞങ്ങൾ അതുകൊണ്ട് കൃഷിഭവനിൽ ഞങ്ങൾ എത്ര തവണ ചെന്ന് പറഞ്ഞിട്ടും അവർ നോക്കാൻ ശ്രമിക്കാന്നുള്ളതല്ലാണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു. കൃഷി ചെയ്യുന്നതിന് ഒരേക്കറിന് 35,000 മുതൽ 40,000 രൂപയാണ് ചെലവ് വരുന്നത്. ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. 250 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കോക്കു റോഡിന് സമീപം കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാർക്കാണ് വെള്ളം ലഭിക്കാത്തത്. ചെറിയ HP-യുടെ മോട്ടോറുകളാണ് നിലവിൽ ഇവിടെയുള്ളത്. കൃഷിക്കാവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്ന പരപ്പുഴ പാലത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ വർഷം 10 HP-യുടെ മോട്ടോർ കളവ് പോയിരുന്നു. കൂടുതൽ സമയം ചെറിയ മോട്ടോർ പമ്പ് ചെയ്യുന്നത് മോട്ടോറുകൾ തകരാറിലാകാൻ കാരണമാകുന്നുണ്ട്. ചെറിയ മോട്ടോറുകൾക്ക് പകരം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ. വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നത് സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട്. അടിയന്തരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. 5-ൻ്റെയും 10-ൻ്റെയും മരത്തെ മോട്ടോറുകളാണ്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനും വരെ ഞങ്ങൾക്ക് പണിയാണ്ടിരിക്കുക. ഞങ്ങൾ ഈ കടം എടുത്തിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസ മുഴുവനും നഷ്ടമായി പോവുക. ഞങ്ങളൊരു 5-8 മാസം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് 1 ഉറുപ്പ്യ പോലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. അത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ഓഫീസിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ ഇത് ആവാനുള്ളത്. ഓണറേറിയ കുടിശ്ശിക അനുവദിക്കണമെന്നും നിലവിലുള്ളത് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. എടക്കര ഒറ്റേനി റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുന്നയൂർ പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കമറുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, ഉമ്മർ അറക്കൽ, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാട്ടുകാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. ചിറക്കൽ സെന്ററിൽ നടന്ന പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് ഭാരവാഹികളായ സോണി സക്കറിയ, ശശീന്ദ്രൻ കണ്ടംപുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം ചമ്മന്നൂർ അഴിയത്ത് കാർവാഷിന് സമീപം പരേതനായ എരണ്ടക്കാട്ടയിൽ മൊയ്തുണ്ണി ഭാര്യ പന്തലായിനിത്തറയിൽ ആമിനക്കുട്ടി നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ചെമ്മന്നൂർ ഖബർസ്ഥാനിൽ നടക്കും. റഷീദ് മകനാണ്. വരവൂർ കുമരപ്പനാൽ കൊണ്ടത്തൊടിയിൽ ശങ്കരനാരായണൻ മകൻ ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന ജിഷ്ണു നിര്യാതനായി. 26 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. അജിത മാതാവും നിധിൻ, നിജിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.